കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നാണ്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക. 20 വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന 10 കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. പ്രതികളെ തൃശൂരിലെ വിയ്യൂർ ജയിലിൽ നിന്നും അല്പസമയത്തിനകം കോടതിയിലേക്ക് എത്തിക്കും. കേസിന്റെ വിധിപ്പകർപ്പ് ഇന്ന് പുറത്തുവരും. നടൻ ദേബിനെ കുറ്റമുക്തനാക്കിയ കാരണങ്ങൾ വിധിന്യായത്തിലുണ്ടാകും. വിധിപ്പകർപ്പ് വന്ന ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഈ വിധിപ്പകർപ്പ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുക? ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് എത്ര മണിക്കാകും? വിയ്യൂരിൽ നിന്ന് പ്രതികളുമായി പോലീസ് വാഹനം പോരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവരിങ്ങോട്ടേക്ക് എത്തിയോ? സ്മിത, 11 മണിയോടുകൂടി തന്നെ ഈ കേസിൽ ശിക്ഷാവാദം ആരംഭിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അല്പസമയം മുമ്പ് പൾസർ സുനിയുടെ അഭിഭാഷകൻ എത്തിയിരുന്നു. അദ്ദേഹം നടത്തിയ പ്രതികരണം പരമാവധി പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെടും എന്നാണ്. പ്രോസിക്യൂഷൻ ആകട്ടെ ജീവപര്യന്തം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമാണത്. അല്പസമയം മുമ്പാണ് ഈ കേസിൽ ശിക്ഷാവാദം കേൾക്കുന്ന അല്ലെങ്കിൽ കേസിൽ വിധി പറയുന്ന ജഡ്ജി ഹണിയം വർഗീസ് കോടതിയിലേക്ക് എത്തിയത്. 11 മണിയോടുകൂടി കേസ് പരിഗണിക്കും. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. ഇവിടെ ഇനി കൂടുതൽ, അതായത് പ്രതികളുമായുള്ള പോലീസ് വാഹനം എത്തിയിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ പോലീസ് വാഹനം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ സുരക്ഷ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും കോടതി വളപ്പിൽ ഉണ്ട്. ഇതിന്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോസിക്യൂഷന്റെ ഒരു പ്രതീക്ഷ പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ ജീവപര്യന്തം ലഭിക്കുമെന്നാണ്.